എൻ്റെ പേര് അപ്പുക്കുട്ടൻ. ഞാൻ മൂശാരി സമുദായ സഭ എന്ന് പറയുന്ന ഒരു സഭയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. ഈ മൂശാരിമാരെന്ന് പറയുന്ന ഒരു കൂട്ടക്കാർ നമ്മുടെ വിശ്വകർമ്മയിൽ ഉള്ളതാണ്. അതിലൊരു സംശയം, ഇന്നിപ്പോൾ ഓരോരോ ക്ഷേത്രങ്ങളും കെട്ടി, മറ്റേ തഞ്ചൈ പെരിയ കോവിൽ രാജരാജ ചോളം കെട്ടി, ഓരോരോ അത്ഭുതങ്ങൾ ഓരോരോ രാജാക്കന്മാർ കെട്ടിയെന്നാണ് പറയുക. ഇതിൽ പണിയെടുത്ത ഈ വിശ്വകർമാക്കളുടെ പേര് എവിടെയും കണ്ടില്ല. കാലങ്ങൾ കൊണ്ട് ഇപ്പോൾ ഈ നിലവിളക്ക് അത് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കേണ്ടതാണ്. നമ്മുടെ വ്യവസ്ഥ പ്രകാരം ഇത് മുസ്ലിങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് ഒരു പിരമിഡ് രൂപത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്യുക. പക്ഷേ ഇതിൽ 6 തുണ്ട് ചേർത്ത് വെച്ചിട്ടാണ് ഒരു വിളക്കുണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്കൊരു വിളക്കുണ്ടാക്കാൻ 15 ദിവസം പിടിക്കും. അവർക്ക് ഈ ഒരു 100 വിളക്കുണ്ടാക്കാൻ 1 ദിവസം പിടിക്കുള്ളവർ. അതുകൊണ്ട് ഇത് ഏറ്റവും വില കമ്മിയായിട്ട് നമ്മൾക്ക് കൊണ്ടുവരുന്നു. ഈ വിളക്കിൻ്റെ തൂമ്പ് തൂമ്പ് പറഞ്ഞാൽ നാരായണം എന്ന് പറയും, നാരായണൻ നമ്മൾ ഈശ്വരൻ എന്ന് പറയും. ഇത് അറ്റ വിളക്കും കൊണ്ടാണ് ഒരു കുലസ്ത്രീ ഒരു വീട്ടിലേക്ക് പടികേറി വരുന്നത് എങ്കിൽ ആ കുലത്തിൻ്റെ അവസ്ഥയും കൂടെ സ്വാമിമാർ കണക്കാക്കണം. ഈ കുലത്തിന് ഇപ്പോൾ മറ്റുള്ള തൊഴിലാളികൾ, ബംഗാളി തൊഴിലാളികൾ വന്ന മാതിരി ഈ തൊഴിലിനും വെളിയിൽ നിന്നും വന്ന് ഈ മൂശാരി സമൂഹത്തിന് അടിയോടെ ഇല്ലാണ്ടാക്കി. ധർമ്മത്തിന് വേണ്ടി അന്നും ഇന്നും ധർമ്മകാരണങ്ങൾ, ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാറുള്ള ധർമ്മ കാര്യങ്ങൾ. അതിൽ എന്താണ് വേർപെടുത്താൻ പറ്റാത്ത കാര്യങ്ങൾ, നിലവിളക്ക്, ദീപക്കാല്, മണി എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ കാണുന്ന സർവ്വ കാര്യങ്ങളും ഈ മൂശാരിമാരുണ്ടാക്കുന്നതാണ്. ഈ മൂശാരിമാരുടെ ഗതി ഇപ്പോൾ ഒന്നുമേ ഇല്ലാതെ പോയി. പാലക്കാട്ടിൽ കുറേ പാലക്കാട് നഗരത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. അങ്ങനെ പാലക്കാട് ജില്ലയിൽ നോക്കുമ്പോൾ ആരും തന്നെ ഇല്ല. ആ കുലം തന്നെ അന്യം നിന്ന് പോയി. ഇതിന് നമ്മുടെ ധർമ്മത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളും അന്ന് ഏത് കാലത്ത് തുടങ്ങിയോ അന്ന് മുതൽ ഇന്നും ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഞങ്ങളുടെ ഈ ധർമ്മം ഇല്ലാതെ പോയതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ സമൂഹത്തിനോട് ഞാൻ ഒരു അപേക്ഷ വയ്ക്കുകയാണ്. കാരണം ഞങ്ങളത് നശിച്ചു പോയി. അതിനൊന്ന് പുനരുദ്ധാരണം ചെയ്യാൻ നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ സാധിക്കും. കാരണം ഇന്ന് വരുന്ന എല്ലാ വിളക്കുകളും മുറാദാബാദിൻ്റെയാണ്, മുസ്ലിങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ മുസ്ലിങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്ന് അവരാ നിർമ്മിക്കുന്നത്. ഒരു മൂശാലിക്കും പണിയില്ല. അപ്പോൾ നിങ്ങൾ വേറെ ഏത് ക്ഷേത്രത്തിൽ പോയി, സ്വാമിജി മുമ്പ് എനിക്ക് കദളീവനത്തിൽ വെച്ചിട്ട് ഹനുമാൻ ക്ഷേത്രത്തിൽ വെച്ചിട്ട് പൊന്നാട അണിയിച്ചിട്ടുണ്ടായിരുന്നു. കദളീവനത്തിൽ സ്വാമി പോയിട്ടുണ്ട്. ആ വിഗ്രഹം മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാണ്. ആ 5 സഹോദരന്മാരുടെ ശ്രീരാമ പട്ടാഭിഷേകം ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ വലിയൊരു വിളക്കുകൾ ലോകം മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ അറിയ പോലുമില്ല. അപ്പോൾ ഞങ്ങളെ ധർമ്മസന്ദേശത്തിൻ്റെ കൂടെ സ്വാമി രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നു. ഇത് എൻ്റെ സമൂഹത്തിൻ്റെ ഒരു ചോദ്യമാണ്. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഈ സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നുണ്ട്, അതെന്താണെന്നും കൂടെ എനിക്ക് പറഞ്ഞു തരണം. ഇതിനു വേണ്ടി നമ്മൾ കുറേ നടക്കുന്നുണ്ട്. ശരി, ഇവിടെ ധർമ്മം എന്താണെന്ന് ഇപ്പോൾ വിശദീകരിക്കാൻ സമയം അനുവദിക്കില്ല. പക്ഷെ ആദ്യം അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രസക്തമായ വിഷയമാണ്. ഇത് കേവലം മൂശാരിമാരെ സംബന്ധിക്കുന്ന വിഷയമല്ല. വളരെ ഗൗരവതമമായ സ്വർണ്ണപ്പണിക്കാർ, മരപ്പണിക്കാർ, മൂശാരിമാർ, അപ്പോൾ ആശാരി, മൂശാരി തുടങ്ങിയവർ ശുദ്ധമായി പരമ്പരാഗതമായ ശാസ്ത്രബോധത്തിനും ശുദ്ധമായ ആചാരനിഷ്ഠയ്ക്കുമനുസരിച്ച് ശാസ്ത്രീയമായി അവരവരുടെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചവരാണ്. നമ്മൾ എന്തിനും ഏതിനും മൂലം മറന്ന് പ്രവർത്തിക്കുന്ന ഒരു സമാജമായി തീർന്നത് മുതൽ ഇവർക്കൊന്നും തൊഴിലുകളില്ലാത്ത അവസ്ഥയാണ്. ഇത് കുറച്ച് നമ്മുടെ സമാജം ഉയർന്ന് ചിന്തിച്ചേ മതിയാവും. ഇപ്പോൾ ഒരു വിളക്കെന്ന് പറഞ്ഞാൽ നിലവിളക്ക് ഉദാഹരണം. നിലവിളക്കാണെങ്കിൽ അവിടെ ഷഡാധാരങ്ങളുണ്ട്. മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനവും മണിപൂരകവും ആജ്ഞയും വിശുദ്ധിയും ആജ്ഞയും സഹസ്രാരവും എല്ലാം ചേർന്ന ഷഡ് ആധാരങ്ങളുള്ളതാണ്, ഷഡ്ചക്രങ്ങളുള്ളതാണ് ഒരു നിലവിളക്ക്. അല്ലാണ്ട് അത് വെറുതെ കത്തിക്കുന്നൊരു സാധനമല്ല. അതിന് ശാസ്ത്രീയമായൊരു നിർമ്മിതിയുണ്ട്, അതിനൊരു ഉപാസനയുടെ ബലമുണ്ട്. ഇതിന്ന് 8 പീസും 6 പീസും ആക്കി തീർക്കുന്ന സാധനം നമുക്കൊരു 1500 രൂപയ്ക്ക് കിട്ടും എന്ന് വിചാരിച്ചോളൂ. ശുദ്ധമായി ശാസ്ത്രീയമായി ഉണ്ടാക്കണമെങ്കിൽ ഒരു 3500 രൂപ വേണമെന്ന് വിചാരിച്ചോളൂ. ഈ 2000 രൂപ ലാഭിക്കാൻ വേണ്ടി നമ്മൾ അനർത്ഥം വാങ്ങി വെക്കണോ? ചിന്തിക്കുക, ചിന്തിച്ചേ മതിയാവും.
ഇതുപോലെ തന്നെയാണ് സ്വർണ്ണപ്പണിക്കാർ. ആ തൊഴിലിനോട് നീതി പുലർത്തി സത്യസന്ധമായി നൂറ്റാണ്ടുകൾ ചെയ്തവരാണ് തട്ടാൻ വിഭാഗങ്ങൾ. ഇന്നിപ്പോൾ എന്തായി? ഇന്നിപ്പോൾ മഞ്ഞളിപ്പിക്കുന്ന പരസ്യങ്ങളിൽ പെട്ടിട്ട് നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി ധരിക്കും. എന്നിട്ടോ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് കഴുത്തിന് കറുപ്പ് കളറ് കാണാം. ഡോക്ടറെ അടുത്ത് പോയി തൈറോയിഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. കാരണം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസാണ് ഈ സ്വർണ്ണമാലയായിട്ട് വരുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ പ്രസിദ്ധങ്ങളായ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്ന അത്ര തിളക്കം സ്വർണത്തിനുണ്ടാവില്ല. സ്വർണം എന്ന വസ്തുവിന് അത്ര തിളക്കം ഇല്ല. പക്ഷെ നമ്മൾ ഈ തിളക്കത്ത് പെട്ടുപോകും, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ധരിക്കും. അതുകൊണ്ട് എന്തായി? ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയില്ല. കാരണം അവർക്ക് മത്സരിക്കാൻ സാധിക്കില്ല. 1 രൂപയ്ക്ക് കൊടുക്കേണ്ട സാധനം 10 പൈസയ്ക്ക് മാർക്കറ്റിൽ ഇറക്കാൻ സാധിക്കുകയാണ് മറ്റുള്ളവർക്ക്. അല്ലെങ്കിൽ നമ്മളും അതേ കള്ളത്തരം ചെയ്യണം. അത് അനുവദിക്കില്ല സത്യസന്ധർക്ക്. ഇതുപോലെ തന്നെയാണ് മരപ്പണിക്കാർ. ഗൃഹനിർമ്മാണം, ശാസ്ത്രീയമായ ഗൃഹനിർമ്മാണം വാസ്തുശാസ്ത്രത്തിനനുസരിച്ച് നടന്നതാണ് നമുക്കിടയ്ക്ക്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും കണക്കുണ്ട്, വെറുതെ ഉണ്ടാക്കുകയല്ല. എന്തിനിരിക്കുന്ന പലകയ്ക്ക് പോലും കണക്കുണ്ട്, പിന്നെയല്ലേ ബാക്കിയുള്ളതിന് പറയുന്നത്. അപ്പോൾ ആ കൈകണക്കനുസരിച്ച് നിർമ്മിക്കുന്നതായ വിശേഷങ്ങൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹകരിച്ചാൽ മാത്രമേ നമ്മുടെ തൊഴിൽ മേഖലകൾ, സാമ്പത്തിക ഭദ്രത, എല്ലാ വിഭാഗങ്ങളുടെയും സമന്വിതമായ വികാസം നടക്കൂ. അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ചിന്തിക്കണം. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങളൊക്കെ തന്നെ ഇത്തരം വാങ്ങുന്നവരാണ്. ഒന്ന് ശ്രദ്ധിച്ച് അത് ശരിയായ രീതിയിൽ ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ തൊഴിൽ മേഖല വികസിതമാകും. അങ്ങനെ വികസിതമാകുമ്പോൾ കൂടുതൽ പേര് പഠിക്കാൻ തയ്യാറാവും. ഒരു മേഖലയിൽ വരുമാനം ഉണ്ടെന്ന് കണ്ടാൽ കൂടുതൽ പേര് പഠിക്കാൻ തയ്യാറാവും. ഇന്ന് നമ്മുടെ നാട്ടിൽ നല്ല ഒന്നാന്തരം ആശാരിമാരുണ്ട്, ഒന്നാന്തരം ചെറുപ്പക്കാർ. എനിക്ക് അടുത്ത പരിചയമുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അനുയായിയായിട്ട് പണിയെടുക്കുക. അദ്ദേഹം കൂടമടക്കമുള്ള കെട്ടിടം ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് വെച്ച് നോക്കുക പോലുമില്ല. സാധാരണ കൂടടക്കമുള്ളതൊക്കെ നിലത്ത് വെച്ച് കൂട്ടിയിട്ട് പിന്നെയാണ് മുകളിൽ കയറ്റുക. അല്ല, നേരെ അങ്ങോട്ട് കയറ്റും. അത്ര കൃത്യമാണ് കണക്ക്. ഈ പാലക്കാട് ജില്ലയിലാണ്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, നമ്മളാൽ കഴിയുന്ന രീതിയിൽ. എങ്കിൽ മാത്രമേ നമുക്ക് മൊത്തത്തിൽ നിലനിൽപ്പും വളർച്ചയും ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. പിന്നെ ധർമ്മം എന്നാ ചോദിച്ചത്, അത് വലിയ വിഷയമാണ്. ധാര്യതേ അനേന സർവമിതി ധർമ്മ. എല്ലാം എന്തിനാലാണോ ചേർത്ത് കോർത്ത് ധരിക്കപ്പെടുന്നത് അതാണ് ധർമ്മം. അതായത് ഒരണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ എല്ലാം ഏതൊരു വ്യവസ്ഥയാലാണോ, ഏതൊരു നിയമത്താലാണോ ചേർത്ത് കോർത്ത് ധരിക്കപ്പെടുന്നത് അതാണ് ധർമ്മം. ആ ചേർത്ത് കോർത്ത് ധരിക്കുന്നതിനെ മനസ്സിലാക്കി അതിനനുസൃതമായി ആ പ്രപഞ്ച താളത്തിന് ഭംഗം വരാതെ ജീവിക്കുക എന്നുള്ളതാണ് ധാർമ്മിക ജീവിതം. എൻ്റെ ചിന്തകളിലൂടെ, എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊരു ഭംഗം വരരുതേ എന്ന സങ്കല്പത്തോടു കൂടി ജീവിക്കുന്നതാണ് ധാർമ്മിക ജീവിതം. അത് വിസ്തരിച്ച് 2 മണിക്കൂർ പറയേണ്ട വിഷയമാണ്, ചുരുക്കി പറഞ്ഞെന്ന് മാത്രം. സന്തോഷം.